കേരളത്തിൽ ഈ മതേതര രാഷ്ട്രീയത്തിൻ്റെ ശക്തിയിലാണ് ന്യൂനപക്ഷങ്ങൾ ഇവിടെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയാതെ പോകുന്നത്. എനിക്കിന്നൊരു ക്ലിപ്പിംഗ് കിട്ടി. പള്ളികളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, വേദപാഠം പഠിപ്പിക്കേണ്ടത്, കുർബാന ചെല്ലേണ്ടത്, സിനിമ കാണിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ്. ഈ കേരളത്തിലെ പള്ളികള് ഇവിടുത്തെ പഴയ ഹിന്ദു രാജാക്കന്മാരും നാടുവാഴികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ 2000 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. വളരെ കൃത്യമായിട്ട് പറയുന്നു. വി ഡി സതീശന്റെയോ അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ തന്തയുടെ വകയല്ല കേരളത്തിലെ പള്ളികൾ. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ നോക്കൂ, വി ഡി സതീശൻ്റെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയോ തന്തയുടെ വകയല്ല ഇവിടുത്തെ പള്ളികൾ എന്നാണ് ഇന്നലെ ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു പാനലിസ്റ്റ് പറയുന്നത്. ഈ അഹങ്കാരം ഇവിടെ നിന്ന് വരുന്നു. ഇത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ ലോക സാഹചര്യം, രാജ്യ സാഹചര്യം മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് അത്ഭുതമാണ്. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കുക, അങ്ങനെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് സംഘപരിവാർ ശക്തികൾ ജയിച്ചു എന്ന തോന്നലുണ്ടാവുകയാണെങ്കിൽ ഈ കേരളത്തിലും അപകടകരമായിട്ടുള്ള അവസ്ഥ വരാൻ അധിക കാലമില്ല എന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ലജ്ജാകരമായ കാര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ വസ്തുതകളില്ലാത്ത കാര്യം ചേർത്ത് വികലമായ ഒരു പ്രോപ്പഗാൻഡ സിനിമ സൃഷ്ടിച്ച് അത് IFFIയിൽ പ്രദർശിപ്പിക്കുക. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരുകൾ അത് ടാക്സ് ഫ്രീ ആയി പ്രദർശിപ്പിക്കുക. അതിനെ പ്രധാനമന്ത്രി തന്നെ എൻഡോഴ്സ് ചെയ്യുക. അത് ദൂരദർശനിൽ കാണിക്കുക. IFFIയിൽ സമാനമായൊരു സിനിമ കാണിച്ചപ്പോൾ, കശ്മീരി ഫയൽ കാണിച്ചപ്പോൾ നദാവ് ലാപ്പിഡ് എന്ന് പറയുന്ന ഇസ്രായേലി സംവിധായകൻ പറഞ്ഞത് കശ്മീരി ഫയലിനെ വിലയിരുത്തിയിട്ടുള്ളത് അതൊരു പ്രൊപ്പഹാൻഡ സിനിമ എന്ന് മാത്രമല്ല വൾഗറാണ് എന്നുള്ളതാണ്. സമാനതമോ അല്ലെങ്കിൽ അതിനേക്കാൾ വൾഗറോ ആയിട്ടുള്ള ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ആ ജൂറി അന്ന് അവകാശപ്പെട്ടിട്ടുള്ളത് ആ ജൂറി ഈ സിനിമ കണ്ടപ്പോൾ ഷോക്ക്ഡായിപ്പോയി എന്നുള്ളതാണ്, ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഫ്രെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിൻ മോളറുടെ വാക്കുകൾ ഓർമ്മിക്കേണ്ടി വരിക. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളി ആയിരുന്നില്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല. ഇവിടെ ഈ തന്തക്ക് വിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് മതേതര രാഷ്ട്രീയത്തിൻ്റെ കരുത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിന്നു പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊരു ഇടമുണ്ടാക്കി കൊടുക്കുകയാണ് ഈ പറയുന്ന വർഗീയ ചെരിവ് തിരിവ് സൃഷ്ടിക്കുന്നവർക്കെങ്കിൽ നിങ്ങളെ തേടി വരാൻ അധിക കാലം വേണ്ടി വരില്ല. Meet the editors.